പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഭൂട്ടാൻ എന്ന രാജ്യത്താണുള്ളത്. നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം. ഹിമാലയൻ മലനിരകളുടെ മടിത്തട്ടിൽ പ്രകൃതിയും സംസ്കാരവും കൈകോർക്കുന്ന അത്ഭുതകരമായൊരു ദേശം, അതാണ് ഭൂട്ടാൻ. ഇടിമിന്നൽ പിണറുകളുടെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൊച്ചു രാജ്യം ലോകത്തിന് മുന്നിൽ എന്നും ഒരു വിസ്മയമാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഹിമാലയത്താൽ ചുറ്റപ്പെട്ടൊരു മലയോര രാജ്യമാണ് ഭൂട്ടാൻ. വടക്ക് ചൈനയ്ക്കും തെക്ക് ഇന്ത്യയ്ക്കുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം വനസമ്പത്തിനാൽ സമൃദ്ധമാണ്. രാജ്യത്തിൻ്റെ 70% ഭാഗവും വനങ്ങളാണ്. അതുകൊണ്ടുതന്നെ ലോകത്തിലെ ഏക കാർബൺ നെഗറ്റീവ് രാജ്യമായി ഭൂട്ടാൻ അഭിമാനത്തോടെ നിലകൊള്ളുന്നു. ഭൂട്ടാന്റെ ഭരണരീതി തികച്ചും സവിശേഷമാണ്. ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഡ്രൂക്ക് ഗ്യാൽപോ എന്ന് വിളിക്കപ്പെടുന്ന രാജാവാണ് രാജ്യത്തിൻ്റെ തലവൻ. 2008 രാജഭരണത്തിൽ നിന്നും സമാധാനപരമായ രീതിയിലാണ് ഭൂട്ടാൻ ജനാധിപത്യത്തിലേക്ക് ചുവടുവെച്ചത്. തലസ്ഥാനമായ തിംഫു കേന്ദ്രീകരിച്ചാണ് രാജ്യത്തിൻ്റെ ഭരണചക്രങ്ങൾ തിരിയുന്നത്. ബുദ്ധമത വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായൊരു ജീവിത രീതിയാണ് ഭൂട്ടാനിലേത്. ജനങ്ങളുടെ വസ്ത്രധാരണത്തിലും കലകളിലും ആചാരങ്ങളിലും ഈ സാംസ്കാരിക തനിമ പ്രകടമാണ്. സോങ്ക എന്ന ഔദ്യോഗിക ഭാഷ സംസാരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ പരിസ്ഥിതിയെയും പ്രകൃതിയെയും വളരെയധികം ആദരിക്കുന്നു. എന്താണ് ഭൂട്ടാനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? അത് അവരുടെ പുരോഗതിയുടെ അളവുകോലാണ്. ലോകം മുഴുവൻ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭൂട്ടാൻ സംസാരിക്കുന്നത് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അഥവാ ജനങ്ങളുടെ സന്തോഷത്തെക്കുറിച്ചാണ്. പുകയിലയും പ്ലാസ്റ്റിക്കും പൂർണ്ണമായും നിരോധിച്ച പ്രകൃതിക്ക് പോറലേൽപ്പിക്കാത്ത ടൂറിസം നയം പിന്തുടരുന്ന ഭൂട്ടാൻ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഇന്ത്യക്കാർക്ക് ഭൂട്ടാനിലേക്ക് കടക്കാൻ പാസ്പോർട്ട് നിർബന്ധമില്ല. ഒറിജിനൽ വോട്ടർ ID കൈവശമുണ്ടെങ്കിൽ നമുക്ക് ഭൂട്ടാൻ അതിർത്തി കടക്കാം. പ്രകൃതി ഭംഗിയും സമാധാനമായ അന്തരീക്ഷവും ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.